Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment, I found the one, and my life had found its missing piece. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word. So as long as I live, I love you, will have and hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. Ooh, you look so beautiful in white. Na, 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 na. So beautiful in white tonight. And if a daughter is what our future holds, I hope she has your eyes, finds love like you and I did. Yeah. दो नैन सितारे है चांद सा मुखड़ा, क्या कहना उसका आफरीन। दावत में जैसे हो शाही टुकड़ा, उसके जैसी न कोई नाज़नीन। शाही जोड़ा पहन के आई जो बन ठन के, वही तो मेरी स्वीट हार्ट है। शर्माई सी बगल में जो बैठी है दुल्हन के, वही तो मेरी स्वीट हार्ट है। शाही जोड़ा पहन के आई जो बन ठन के, वही तो मेरी स्वीट हार्ट है। शर्माई सी बगल में जो बैठी है दुल्हन के, वही तो मेरी स्वीट हार्ट है। कैसे मैं कहूँ शुक्रिया, उसका मुझ पे एहसान है। ना चीजों की बस्ती में वो जो बन के आई मेहमान है। कैसे मैं कहूँ शुक्रिया, उसका मुझ पे एहसान है। ना चीजों की बस्ती में वो जो बन के आई मेहमान है। लगता है शादी घर में उसके आने से जैसे चल के आई है खुशकिस्मती। सारी महफिल की वो जान बनी है, क्या कहना उसका आफरीन।
मुफलिस के दिल का अरमान बनी है, उसके जैसी ना कोई नाज़नी। शाही जोड़ा पहन के आई जो बंधन के, वही तो मेरी स्वीट हार्ट है। शर्माई सी बगल में जो बैठी है दुल्हन के, वही तो मेरी स्वीट हार्ट है। शाही जोड़ा पहन के आई जो बंधन के, वही तो मेरी स्वीट हार्ट है। शर्माई सी बगल में जो बैठी है दुल्हन के, वही तो मेरी स्वीट हार्ट है। बाबा जी बाबा क्या बात है, बाबा जी बाबा क्या बात है। आनंद प्रभा ചിരിക്കാരി എൻ മായാവാണി യവന സുന്ദരി തോൽക്കും എൻ വാഴ്വിൻ ദേവി വലത്തിലങ്ങണ കയ്യിൽ കൈ ചേർത്തേ നിന്നെ വരസുമംഗലിയാക്കി ഞാൻ കൊണ്ടേ പോകും നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും
അനുഗ്രഹങ്ങൾ നിറഞ്ഞ കവിയെ ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണന്റെ മണവാട്ടി ശ്രേഷ്ഠമായി തീരണമേ. നിന്റെയും ആദ്യവന്നെ പ്രീതിപ്പെട്ടുള്ളവരായ എല്ലാ വിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാന്തയമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ പാപങ്ങൾ തന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ മകളെ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെയും ഇരിക്കുന്നു. തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ രംഗത്തിന്മേലെ ഞാൻ ചെയ്തു. അത് നിന്റെ വലത്ത് എനിക്കിവിടെ ന്യായവിധികൾ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ എന്നെ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതി ഇഷ്ടപ്പെട്ടു, നിന്റെ ഞാഴ്ചകളെ അറിയിച്ചു. നിന്റെ സ്വഭാവത്തിന് മേൽ തെളിക്കണമേ. ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. സന്തോഷം കൊണ്ട് നിർത്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികളിൽ നിന്ന് ദോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ മുഖം തിരിച്ചേരി അതിക്രമങ്ങളെയൊക്കെയും അയച്ചു കളയണമേ. ദൈവമേ, വെള്ളുന്നതിനെ സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുവരുടേ കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവ് നടിക്കുകയേ. എന്നാലും ഞാൻ രക്ഷയെനിക്ക് തിരിച്ചറിയണമേ. മഹത്തുള്ള നിന്റെ ആത്മാവിനെ താങ്ങുവാനാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ എന്നെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷകനായ ദൈവമേ, എന്റെ കർത്താവേ, അതിരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ് നിന്നെ സ്തുതികൾ പാടും. ദൈവത്തിന് വലുതാഴിയുള്ള ആത്മാവാകുന്നു. ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. അപ്പോൾ നീതികളുടെ ഹോമോകൾ ഇഷ്ടപ്പെടും. അപ്പോൾ കാളുകൾ വിലയായി കരുകേറും. ദൈവമേ, സുഖനിക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ വാസികളെ സന്തോഷിപ്പിച്ചോ. കരുളുക കരുണാമേ മശീഹ. സന്തോഷം രക്ഷകനേ വൈദികർ തിരുനാമത്തിൽ നൽകിയിടും. മോതിരഭൂഷകളെ സദയം വാഴ്ത്തുക തൃക്കയ്യ. മോതിരമരുളി തിരുസഭയിൽ മശീഹ വീട്ടപ്പോ. പരിപാവന തരുതിരങ്ങൾ കൈകൊണ്ടാളവളും. മോതിരമതിന കൊലയുന്നു താമാക്ഷിതയാ. അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ. മാറിക്കുമോ വാനവർ വന്നിച്ച് വാഴ്ത്തി പാടുന്ന രഹസ്യം സംഭൂജിം പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയർത്തേയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും
തന്മൂലമായിഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യാൻ തക്കവണ്ണമുള്ള ഐക്യമത്യം ഇവരിൽ ഉണ്ടാകുകയും ചെയ്യണമേ. ബാർക്കുമോർ ഹോശോ വബ്കുൽ സുബാൻ ലവൽ മിൻ. ദൈവം വാഴ്ത്തി എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് കരുണയും മനോണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രം പ്രബിംബോഴ്ച അനിശ്ചിതമായി നല്ല ഉന്നതിയും ഇടപെടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. വിജയാധിപത്രി തനിക്ക് സഭയെ തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാച് കൊണ്ട് ദാസിൽ നിന്ന് അവളെ രക്ഷിച്ചും സർവ്വവിധ കടങ്ങളിൽ നിന്നും പാവങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളിന് സ്തുതിയും. തന്റെ സഭയുടെ വിവാഹത്തിലേക്ക് എല്ലാ ജാതികളെയും സ്വജാതികളെയും ദീർഘശിമാരെയും സ്ത്രീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. തന്റെ ദാസയുടെ മോതിരവാഴിന്റെ സമയത്തും സ്ഥല പെരുന്നാൾ ഞങ്ങളുടെ ആഷ്കാൽ മുഖയിലും സ്തുതിയും ബഹുമാനവും ആരാധനയുഗ്മാവുന്നു. മനുഷ്യരുടെ സർവജ്ഞാനം ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളും സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനിശ്ചിതമായി വെടിപ്പുള്ള മൂറോനും അനാത്യന്തമായ നിലയിലും എല്ലാവിധ കർഷകർക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന് ശക്തി തക്കവണ്ണം നിന്നുള്ളതായ അതിന്റെ വിശ്വാസം മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തു നീയാകുന്നു. നിന്റെ വിശ്വാസമായി നശിപ്പോവാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദേവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദേവിയായ ശരീരം കൊണ്ട് കുറവ് വരാതിരിക്കുമാറും നീ അതിനെ ഐശ്വര്യപ്പെടുത്തിയും മൗത്ത് വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തിയും അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയെ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരത്തിൽ മോതിരമായിട്ട് നീ വെടിപ്പോടെ നൽകുകയും അതിനെ നീ സന്തോഷിപ്പിച്ച നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകുകയായ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീയന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന ആനന്ദം മോതിരങ്ങളെ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചു നീയാവുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്ന ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ വിശ്വാസയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവ്യാനുഗ്രഹങ്ങളായ ഈ മോതിരങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനാസമ്പൂർണ്ണനും നിർവളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഇവിടെ സ്ഥല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാണ്. നശ്വരമായ ഈ മണവരയിൽ ഇവിടെ ആഴ്ചക്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറേമാരും മാലകന്മാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവരയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാസന്നിധിയിലായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാവങ്ങളിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരായിക്കൊള്ളണമേ.
ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് ഇടപെടാതെ നിന്നെ പിതാവിനും സർവ്വമായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. രണ്ടും ദൈവത്തിൽ നാം പ്രാപിക്കുമാറാകട്ടെ. പരിപാവന സഭയിൽ വീട്ടൊരു നേരം ശ്രീമോന്യോ ഇവരെ ആഹ്വാനം ചെയ്തേൽപ്പിച്ചേവം സുവിശേഷം ദൃഷ്ടിയും വെടിപ്പുമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹം നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവേ, തിരുമുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹം നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുര പരിമളം വീശുവാൻ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിലുണ്ടാകുമാറാകണമേ. ആത്മാവിനും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ സ്തുതി സ്തോത്രം സമർപ്പിക്കുമാറാകണമേ. കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. വിശുദ്ധ സഭാ സന്താനങ്ങളെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹങ്ങളും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ ഈ വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഇരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ശിവശിയാന്റെ അനുഗ്രഹപൂർണ്ണമായ വലതുകൈ അതിശയമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീഹന്മാരിൽ നിന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിലുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ.
ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ നീ സ്വീകരേറ്റയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മിശിഹ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന മോദങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകുകയും പരിവാഹതയാൽ അവരെ അലങ്കരിക്കുകയും വിനയത്താൽ അവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീവായാൽ ഈ മണവാളിനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ ഞങ്ങളെല്ലാവരുടെയും മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. കോശോ ബബകുലസ്മാൻ നീതിപ്പെട്ട സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 മട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാട്ടെ. എപ്പോൾ നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാട്ടെ. നമ്മുടെ കർത്താവിൻ ശ്രീവാം രാവും പകൽ നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. വിവാഹകൂദശയുടെ ആദ്യത്തെ ശുശ്രൂഷ ഇവർക്ക് പൂർത്തിയായിരിക്കുകയാണ്. എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കാം. വൈദികരുടെ നാമത്തിലും സന്നിഹിതരായിരിക്കുന്ന ഏവരുടെ നാമത്തിലും ആശംസകൾ രേഖപ്പെടുത്തുകയും ദൈവവചനത്തിൽ നിന്ന് അവർക്ക് വേണ്ടിയ ദൂതുകൾ നൽകിക്കൊണ്ട് ബഹുവന്യനായ കോർപ്പിസ്കോപ്പ് അച്ഛൻ ഇപ്പോൾ ദൈവവചനത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കും. ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരരെ, പരിശുദ്ധമായ വിവാഹ കൂദാശയിൽ കൂടി നമ്മുടെ ഈ മക്കൾ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കുടുംബജീവിതം മഹത്താണ്, കുടുംബജീവിതം ശ്രേഷ്ഠമാണ്, കുടുംബജീവിതം അനുഗ്രഹമാണ്, കുടുംബജീവിതം ദൈവം സ്ഥാപിച്ചതാണ്. ദൈവം സ്ഥാപിച്ച ആദ്യത്തെ സ്ഥാപനമായ കുടുംബത്തിലേക്ക് നമ്മുടെ ഈ മക്കളും പ്രവേശിക്കുന്നു എന്നുള്ളത് അഭിനന്ദനാർഹമാണ്. ഈ നിയുക്ത വധൂവരന്മാരുടെ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിന് ഒരർത്ഥവും നിലയും വിലയും ഉണ്ടാകുന്നത് ഇപ്പോഴാണ്. മക്കൾ വിവാഹിതരാകുമ്പോൾ
അടുത്ത തലമുറയിലേക്ക് കുടുംബജീവിതം ബാറ്റൻ കൈമാറുന്നു എന്ന് പറയുന്നത് പോലെ കുടുംബജീവിതം കൈമാറി കൊടുക്കുന്നു. അത് പരിശുദ്ധ ദേവാലയത്തിൽ വെച്ചും സഭയിലെ വിശുദ്ധ കൂദാശയോടു കൂടിയും അത് നിർവഹിക്കുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹകരമായ കാര്യമാണ്. ആദ്യത്തെ ശുശ്രൂഷ ബഹുമാനപ്പെട്ട അച്ഛൻ ഓർപ്പിച്ചതുപോലെ മോതിരങ്ങൾ വാഴ്ത്തി മണവാളൻ്റെയും മണവാട്ടിയുടെയും വിരലുകളിന്മേൽ ഇട്ട് കഴിഞ്ഞപ്പോൾ സഭയുടെ ഔദ്യോഗികമായ നിലയിൽ ഇവരുടെ വിവാഹം സ്ഥിരീകരിച്ചു എന്നാണ്. നമ്മൾ നേരത്തെയൊക്കെ തീരുമാനിച്ചതാണെങ്കിലും അതൊക്കെ താൽക്കാലികമാണ്. സഭയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ മോതിരവാഴ്വിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് വിവാഹ നിശ്ചയത്തിൻ്റെ ശുശ്രൂഷയാണ്. അപ്പോൾ വിവാഹം സ്ഥിരീകരിക്കുന്നത് മോതിരങ്ങൾ വാഴ്ത്തി ഇട്ട് കഴിഞ്ഞപ്പോഴാണ്. ദൈവതമ്പുരാനാണ് അത് ചെയ്യുന്നത്. അച്ഛനായിട്ട് കൊടുക്കുന്നതെങ്കിലും കാർമ്മികൻ അച്ഛനായിരിക്കുന്നു അരോഗത്യത്തിൽ. ആ ദൈവത്തിൻ്റെ കരങ്ങളാൽ അത് ആ മോതിരങ്ങൾ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് സ്ഥിരീകരിച്ചു, നിശ്ചയിച്ചു. രണ്ടാമത്തെ ശുശ്രൂഷയാണ് വിവാഹ കൂദാശയുടെ ശുശ്രൂഷ, കിരീടവാഴിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് തുടങ്ങുന്നത് തന്നെ പൂർവ്വപിതാക്കന്മാരുടെ ദാമ്പത്യം അനുസ്മരിച്ചുകൊണ്ടാണ്. ആദിമനീതിജ്ഞരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുവയാൽ ഈ ദാസരെ വാഴ്ത്തണമേ. ആവയുടെ ആദാമിനെ വാഴ്ത്തിയ ദൈവം, സാറയോട് അബ്രാഹാമിനെ വാഴ്ത്തിയ ദൈവം, റബ്കയോട് ഇസഹാക്കിനെ വാഴ്ത്തിയ ദൈവം, സാറായോട് യാക്കോബിനെ വാഴ്ത്തിയ ദൈവം. അപ്പോൾ അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ പൂർവ്വപിതാക്കന്മാരുടെ ദാമ്പത്യ ജീവിതത്തെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ ദാമ്പത്യത്തെ എപ്രകാരം ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹീതമാക്കി തീർത്തുവോ അതുപോലെ നമ്മുടെ ഈ മക്കളുടെയും വിവാഹം അനുഗ്രഹിച്ച് പൂർത്തിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ കൂദാശ ആരംഭിക്കുന്നത് തന്നെ. കിരീടവാഴ്വിലെ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ അതാണ്. പ്രിയ മക്കളെ, നിങ്ങളെ ഞങ്ങൾ ഓർപ്പിക്കുന്നത്, നിങ്ങൾ ജീവിതയാത്ര, കുടുംബ ജീവിതത്തിലൂടെ ജീവിതയാത്ര ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഈ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത്, ഇത്രയും കാലം ഞാനും എൻ്റെ കാര്യവും എന്നൊക്കെ പറഞ്ഞാൽ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ജീവിതയാത്രയിൽ നമ്മൾ എന്ന ആ ഒരു അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഒരു സഹയാത്രികനും സഹയാത്രികയും ഉണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇരുവരും ഒരുമിച്ചാണ് ജീവിതയാത്ര ആരംഭിക്കുന്നത്. ഈ ജീവിതയാത്ര ആരംഭിക്കുമ്പോൾ ഇത് അനുഗ്രഹകരമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നിങ്ങളുടെ മേൽ വർഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള ചുമതലയും ഉത്തരവാദിത്വമാണ് ഈ സംബന്ധിക്കുന്ന എല്ലാവർക്കും ഉള്ളത്. ഇവർ രണ്ടുപേര് മാത്രമല്ല വിവാഹിതരാകുന്നത്. ഇംഗ്ലീഷിൽ പറയും 3 to get married. 3 പേരാണ് വിവാഹിതരാകുന്നത്. മണവാളും മണവാട്ടിയും കൂടുതൽ ദൈവം തമ്പുരാനും കൂടി, ദൈവവും കൂടിയാണ്. അപ്പോൾ 3 to get married. 3 പേരാണ് വിവാഹിതരാകുന്നത്. ഇവർ 2 പേര് മാത്രമല്ല, ദൈവം ഇവരോട് ഉണ്ട് എന്നുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ടുകൊണ്ട് ആരംഭിക്കുന്ന കുടുംബം, അതാണ് അനുഗ്രഹീതമായത്. പ്രിയമക്കളെ, നിങ്ങളും അങ്ങനെ ചെയ്യണം. പ്രാർത്ഥിക്കുന്ന കുടുംബമായിട്ട് തീരണം നിങ്ങളുടേത്. ദൈവാശ്രയ ബോധമുള്ളവരായിരിക്കണം. മനുഷ്യരോട് നന്നായി ഇടപെടുകയും പെരുമാറുകയും ചെയ്യുന്നവരായിരിക്കണം. നല്ല പെരുമാറ്റം, നല്ല സ്വഭാവമുള്ളവരായിട്ട് നിങ്ങൾ ആയിത്തീരണം. കുടുംബജീവിതത്തിൻ്റെ വിജയം അവിടെയാണ് നിൽക്കുന്നത് എന്ന് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. എന്താണ് കുടുംബജീവിതം, ദാമ്പത്യ ബന്ധം എന്നൊക്കെ ചോദിച്ചാൽ അത് വർണ്ണിച്ച് പറയാൻ നമുക്കാർക്കും സാധ്യമല്ല. അത് ഏറ്റവും ചുരുക്കി ഒറ്റ വാചകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരാളുണ്ട്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 5-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ, സ്ലീഹ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, ദാമ്പത്യ ബന്ധത്തെക്കുറിച്ച് പറയുന്നത്, ഇത് വലിയൊരു രഹസ്യമാണ്. ഞാൻ മിശിഹായെക്കുറിച്ചും സഭയെക്കുറിച്ചും ആകുന്നു പറയുന്നത്. ഇത് വലിയൊരു രഹസ്യമാണ്. അത് വർണ്ണിക്കാൻ പറ്റിയല്ല. കാരണം ദൈവം തമ്പുരാൻ തന്നെ നിഗൂഢമായിരിക്കെ ദൈവം യോജിപ്പിക്കുന്നതിനും നിഗൂഢതയുണ്ടായിരിക്കും. അതെന്താണെന്ന് പറയാൻ നമുക്കറിയാൻ പാടില്ല. ആ ദൈവം തമ്പുരാൻ യോജിപ്പിക്കുമ്പോൾ അവർ ഒന്നായിത്തീരുന്നു. ആ ദൃഢമായ ബന്ധം, ഏറ്റവും വലിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധമാണ്. അത് ദൈവത്താൽ സ്ഥാപിതമായതുകൊണ്ടും ദൈവം സ്പർശിക്കുന്നത് കൊണ്ടുമാണ് അത് ദൃഢതരമായിട്ട് ഇരിക്കുന്നതെന്ന് പ്രത്യേകം നമ്മൾ ഓർക്കുകയും ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബന്ധത്തിലേക്കാണ് പ്രിയമക്കളെ നിങ്ങൾ പ്രവേശിക്കുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പരിചരണം,
അതുപോലെ തന്നെ ഉത്തരവാദിത്വം, ബഹുമാനം, അതുപോലെ പരസ്പരമുള്ള അറിവ്. പ്രിയ മക്കളെ, നിങ്ങളെ ഞങ്ങൾ അനുമോദിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ കുടുംബ സംവിധാനം നിങ്ങൾക്കുണ്ടാകണമേ എന്ന് പ്രത്യേകം വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. നസ്രയത്തിലെ എളിയ ഭവനത്തിൽ കളിയാടിയിരുന്നത് പോലെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അനുഭവിക്കുന്ന ഒരു നല്ല ക്രിസ്തീയ കുടുംബ സംവിധാനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും അർപ്പിക്കുന്നു. അനുഗ്രഹീതമായ ക്രിസ്തീയ കുടുംബം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ബലഹീനരും പാപികളുമായി ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്ക് ചെറിയപ്പെടുമാറാകണമേ. ആമേൻ. അനുശീലമായി വരുന്നതിനും അഴിവിടാത്ത മണവരയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്ന അതിയോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിന് ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിന്റെ സ്വരൂപവാക്യം സ്തുതി സ്തോത്രം കയറ്റുമാറാകണമേ. കർത്താവേ, പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളുടെ ഐശ്വര്യത്താൽ ശ്രേഷ്ഠമാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളുടെ ആനന്ദം കൊണ്ടുവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും മനുഷ്യദ്രോഹായുമായിട്ടുള്ളവേ, സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നദ്ധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ഔകൂല സുബാൻമേ. Adisho
കരുണയും മനാഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ സദാകരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരായിത്തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നതിനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിൽ ചുറ്റും നിന്നുകൊണ്ട് എനിക്ക് ആരാധന അണിക്കുന്ന അനാദ്യന്ത വചനവും തൻ്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പർവ്വതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനോ അല്ലാതെ പരിശോധിക്കുവാനോ ആരാധനറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലം ബന്ധിതമായിരിക്കുന്നവനും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ ആരാധിക്കുന്നവരും അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളെ മരിച്ചവരെ ആശ്വസിപ്പിക്കണമേ. സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. എനിക്ക് നിന്റെ പിതാവിനും പരിശുദ്ധായിക്കും സ്തോത്രം കരേറ്റും. ദൈവത്തിൽ കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളും നാം കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരികളിലതി സുന്ദരി ജാതികളിൽ സോനും നിർബദിശലോപോൽ വിമല സഭേ മധുഹർഷിക്കുന്നു വസന സുഗന്ധം സഭയെ സകലവിധം സുമതി നീ കരതേണ്ടാക്കും ശ്രീഭായേവം നിപ്പതിന രാജാവാശിഹ ഹാലേലൂയ കാതുന്നു ബില്ലി ബാർദോ ശുഭഹോലാ ബോല ബറോവൽ റൂഹോ കാദീശോ. സഭയോടും നിന്നെ കോട്ടകൾ ചുറ്റും വഞ്ചകനാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ പോകേടാം സഭയാന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ല പാർത്ത പാദസുധാമലരൂഹായ ഏകത്വം മഹിമയുള്ള വാക്യസമം ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യാസ്നേഹിയും സാക്ഷാൽ സത്യമായ കർത്താവേയും ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ തലമുറിച്ച് നിൽക്കുന്ന ഈ ദാസരെ ഈ സ്വന്തം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയ നിറഞ്ഞതായ നിന്റെ വഴത്തെയും ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവരയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പന ചെയ്തിട്ടുള്ള വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുദ്ധനെ ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളിവരും നിന്റെ വലത്തുഭാഗത്തുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിന്റെ സ്വരൂപമാക്കും സ്തുതി സ്തോത്രം കയറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ കോലീശ്വാൻ ലവൽ മീൻ. വേറൊരുവൻ വന്നരീക്ഷ
പരിശുദ്ധനായ പൗലോസ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും മഹായി ബാറയ്ക്കുമോ നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മെശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മെശിഹ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മെശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മെശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇതവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതവും പരിശുദ്ധിയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മെശിഹാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തീരുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. ഞാൻ മെശിഹായെക്കുറിച്ചും അവിടുത്തെ സഭയെക്കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സായിരിക്കാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആമീനായി ബാറയ്ക്കുമോ. നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തരുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമാ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന പരിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്ത്രീകളും നാം എല്ലാവരുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് ഇവ ഇപ്രകാരം താൻ അരുൾ ചെയ്തു. യേശുതമ്പുരാൻ ഗലീലയായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദയിലെ അതിർത്തിയിലേക്ക് എത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാരും അടുത്ത് ചെന്ന് ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തൻ തന്റെ ഭാര്യയെ പിരിച്ചു വിടുവാന് ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് ഉത്തരമായി പ്രകാരം പറഞ്ഞു,
ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നുമായതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ അദ്ദേഹത്തോടെ അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തിട്ട് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെ ആയിരുന്നതില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം അല്ലാതെ സ്വഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം തന്നെ. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. സ്ലീഹന്മാർ അദ്ദേഹത്തോട്, ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാൽ ഷണ്ഡന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡന്മാരാക്കപ്പെട്ടവരുമുണ്ട്. സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ബ്രഹ്മചാരികന്മാക്കന്മാരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ. ബാർക്കിമോർ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. പുത്രന്റെയും പരിശുദ്ധ റൂഹാടെ നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെട്ടിരിക്കുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. Klilo videdo moran mensmayo soya ninoes lahaseyo yoe klilo kohano soe Brishe Vediga Shilpa Shilpa Bengalimam Nalga Nuriya Manava Lingam Manavaraya Manava Tikku Vaninnudayon Kaiya മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെയാ ചാര്യൻ അണിയിക്കും മകുടം രമ്യം. प्रभु के हाथों से उतरी
ശീഘ്രം സവിതമടങ്ങി തണമേ സതതം കർത്താവ് നിന്നെ നീതിயின் കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജീയമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. Klilo vide the moran mens mayo soya nino his lakal soyo klilo the kohano soy brisho വാനിന്നുടയോൻ കയ്യാൽ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയയാ ചാര്യൻ അണിയിക്കും മകുടം രമ്യം प्रभु के हाथों से उतरी मुकुट गगन की धरा में आचार्य की पानी दुल्हन को मुकुट मनोहर पहनाता है. കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്ക് ഇടയാകുകയും ചെയ്യട്ടെ. വിനയം പതിഭക്തി എൻ പ്രിയതനുടെ മൂടുപടും റഫ്കയ
ഹൃദയാ മൂടണമതുപോ മണവാട്ടി. ബാറയ്ക്കുമോർ മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്വം നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത് കൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽക്കർസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യൗസേപ്പിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ദൈവം നോഹിനെയും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവ്വസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യൗസേപ്പിന് നൽകിയതായ അനുഗ്രഹങ്ങൾ നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളിൽ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേല് വിളിക്കപ്പെട്ടിരിക്കുന്നതിനാല് എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങളോടും കൂടെ സമ്പാദ്യങ്ങളോടും കൂടെ സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വലതു ഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യാവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെ മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്തവനായ സീനായി മേലെ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം. ഓശോ വബുകുൽ സുബ്ഹാൻ ലവൽ മീൻ. മുദ്രിതമാക്കി പീഡകളം അടിമ വിടർത്തി സ്വർഗത്തിൽ പന്തിലെണ്ണി നീയേറ്റി നടപ്പാസവുമാട്ടു ഞാൻ പാപപ്പായിരുളിൽ പോക്കി ജീവധ്വനി കേട്ടപ്പോ കണ്ണുകളിൽ ഞാനും വീഴ്ചി തലയിൽ ചൂടും മാകുടങ്ങളെയും വലതുകരത്താൽ വാഴ്ത്തിയിടേണോ. ോ
വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവത്തിൻ്റെ ഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നോക്കുണ്ട്. ഇത് പരിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതും അത്രേ. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്രീബായുടെയും വെടിപ്പുള്ള എവൻഗേലിയൻ്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുമ്പാകെയാകുന്നു നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവരുടെ സന്നിധിയിലാകുന്നു, അറിയാത്തവൻ്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാണലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജന്യയുമായ പരിശുദ്ധ കന്യമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആദരിക്കുകയും ചെയ്തിട്ടുള്ളവരായ എല്ലാ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായുടെ വലത്തുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദൈവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യ ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ ഭർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടലും പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചോണമേ. എന്തുകൊണ്ടെന്നാ രാജ്യശക്തി മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകയെ മൃത്യുമറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവ്വലോകവും പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സത്യമില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവരും മനുഷ്യനായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സായ പ്രകാരം സർവ്വത്തിൽ നിറങ്ങി വിശുദ്ധരൂഹായ ദൈവമാതാവായ വിശുദ്ധകന്യകമറിയാമിൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് അരികേറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോരെ വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി പരിപാലിക്കുന്നതിനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ യേശുമിശിഹാ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് നിബിയന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചതുമായ ജീവന് വിശുദ്ധിയുള്ള ഏകരൂപായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറക്കുമോ സ്തോമൻ കാലസ് കുറിയേലായി.
ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഈ വിശുദ്ധ കൂദാശയിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും സ്വർഗീയ യെരൂശലേമിൽ ആശ്വാസം നൽകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവമേ, ബലഹീനരും പാപികളുമായ അടിയറുടെ പ്രാർത്ഥന അവിടുത്തെ സ്വർഗീയ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടതും അംഗീകരിക്കപ്പെട്ടതുമാക്കി തീർക്കുമാറാകണമേ. വാർക്കുവാർ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതിന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സഹവാസവും നാം എല്ലാവരും പ്രത്യേകിച്ച് ഇന്ന് വധുമ്പയുടെ മേലിനേക്കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. പ്രേമമൊരു കടൽ പോൽ ഉൽകുന്നൊരു കരയിൽ ദൂരെ കണ്ണട്ടു നാം വെറുതെ തേടുന്നുവോ മഴവിൽ വഴികൾ. രാമാഞ്ഞു പുലരുമ്പോൾ പൊൻ സൂര്യനുണരുമ്പോൾ നിൻ കണ്ണുകൾ കണ്ടുണരാൻ മോഹങ്ങൾ നിറയുമ്പോ ഏതേതോ മേഘത്തേരിൽ ഞാൻ സ്നേഹത്തിൻ ദൂതുമായി പോരാം കൺമണിയേ. എൻ റോജാ നീയേ, ദിൽ ദിൽ സേ നീയേ, എൻ അഞ്ജലി നീയേ, ഗീതാഞ്ജലി നീയേ. എൻ റോജാ നീയേ, ദിൽ ദിൽ സേ നീയേ, എൻ അഞ്ജലി നീയേ, ഗീതാഞ്ജലി നീയേ. രാഗാർദ്രമൊരു പാട്ടിൽ വാസന്ത പല്ലവി നീയെങ്കിൽ ഞാനെന്നും അതിനരികെ ചേർന്നിടുമൊരു പല്ലവിയല്ലേ. നിൻ ജീവാത്മകഥയിൽ കൈ ചേർത്തിടും നായകനാകാൻ ഞാൻ പോലും അറിയാതെ മോഹങ്ങൾ നിറയുന്നു. കണ്ണാലെ തൊട്ടു ഞാൻ നിന്നെ താരാട്ടിടാമെന്നും ഓക്കെ കൺമണിയേ. ആരാരോ നീയേ, ആരോമൽ പൂവേ, വെൺതിങ്കൾ പോലെ മിന്നി മിന്നാകെ. എൻ റോജാ നീയേ, ദിൽ ദിൽ സേ നീയേ, എൻ അഞ്ജലി നീയേ, ഗീതാഞ്ജലി നീയേ. എൻ റോജാ നീയേ, ദിൽ ദിൽ സേ നീയേ, എൻ അഞ്ജലി നീയേ, ഗീതാഞ്ജലി നീയേ.
Your DJs in the mix, in the mix, in the mix. Vishal and JSM. പ്രവേശിക്കുന്ന രണ്ടുപേർക്കും നിങ്ങൾക്ക് ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. രണ്ടുപേരുടെയും മാതാപിതാക്കളുടെ ഇപ്പോൾ സ്റ്റേജിലേക്ക് കയറി വരണം. ജബിന്റെ പേരൻസിനെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. പിതാവ് ശ്രീ ജോർജ് ജോൺ, മാതാവ് ശ്രീമതി മിനി ജോർജ്, സഹോദരൻ ജെറിൻ ജോർജ്, സഹോദര ഭാര്യ ഡ്യൂമോൾ. ജബിൻ വർക്ക് ചെയ്യുന്നത് സിന്താറ്റിക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലെ ഫിനാൻസ് അസോസിയേറ്റ്സ് ആണ്. കുടുംബാംഗങ്ങളെല്ലാവരും അവരോട് ചേർന്ന് നിൽക്കണം സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അലക്സ് അയ്യപ്പൻകോവിൽ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഇടവക അംഗമാണ്. പിതാവ് സണ്ണി കുര്യാക്കോസ്, മാതാവ് സോണി സണ്ണി, സഹോദരി അനീന സണ്ണി. ആൻഡ് ജോലി ചെയ്യുന്നത് ലിമറിക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നഴ്സായിട്ടാണ്. എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുന്നു. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു കൈയടിയോടുകൂടെ നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥന ആശംസിക്കുന്നു. സ്റ്റേജിലേക്ക് കടന്നു വന്നിട്ടുള്ള വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ രണ്ട് അമ്മമാരോട് ചേർന്ന് അവർക്ക് വിളക്ക് കത്തിച്ച് കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ അവരുടെ ജീവിതം പ്രകാശകരായിരിക്കും എന്നപ്പോൾ അമ്മമാർ രണ്ടുപേരും കൂടെ ചേർന്ന് മെഴുകുതിരി കത്തിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കട്ടെ.
சின்ன சின்ன கண்கள் சிரிக்கிறதோ, கருவறை மீண்டும் மணக்கிறதோ, எட்டு வைத்து வானம் வருகிறதோ, தித்தி புயல் நெஞ்சில் மூழ்கிறதோ. கண்ணே, இனியொரு போதும் பிரிவே இல்லை திஞ்சே. நீ ஒரு கோடி தாயின் பிள்ளை, உறவெல்லாம் ஒன்றாக, விழியெல்லாம் தேனாக, இருளெல்லாம் தூளாக, பறவை கூட்டில் விண்மீன் போக்க, வாராத மாமணியாய் வந்தாயே உய்வாக, மனசெல்லாம் மொழி வீச, மீசை கூட மழலை பேச. சின்ன சின்ன கண்கள் சிரிக்கிறதோ, கருவறை மீண்டும் மணக்கிறதோ, எட்டு வைத்து வானம் வருகிறதோ, தித்தி புயல் நெஞ்சில் மூழ்கிறதோ. மழை பொழிகிற இரண்டாம் நாளில் விழும் துளியில் மாசில்லை. இது ஒரு வகை இரண்டாம் பிறவி, வாழ்வில் இனிமேல் குறையில்லை. யுத்தம் புரிகிற மண்ணில் இரத்த பந்தம் போல் பலமில்லை. வா எழுந்திடு, வாழ் சுழற்றிடு, வான் கிழித்திடு, பயமில்லை. கீச்சை மறந்து போன கிளியின் மௌனம் போல, இதயம் தவித்த போது நீ இசையாய் உள்ளே வந்தாயே. உறவெல்லாம் ஒன்றாக, விழியெல்லாம் தேனாக, இருளெல்லாம் தூளாக, பறவை கூட்டில் வெண்மீன் பூக்க. தோழி உன்னை பார்த்ததும் நேற்றின் முகம் யோசனையே, ரெட்டை ஜடை வாசனை நீதானா நிஜம்தானா? வயதின் முதல் காதலா, வார்த்தை இல்லா வெயிலா, சாட்சி இல்லா சாரலா, நீதானா நிஜம்தானா? அடியேதும் அறியா என் நெஞ்சில் இறகாக விழுந்தாயே. காலம் பருவம் கடந்தாலும் கலையாமல் நின்றாயே. போவா பல நாட்கள் பின்னே பின்னே வாழ்வோம், நாம் வளராத பிள்ளை போலே. சின்ன சின்ன கண்கள் சிரிக்கிறதோ, கருவறை மீண்டும் மணக்கிறதோ, எட்டு வைத்து வானம் வருகிறதோ, தித்தி புயல் நெஞ்சில் மூழ்கிறதோ.
கனிக்கூட்டம் அதிசயம், வண்ணத்து பூச்சியுடம்பில் ஓவியங்கள் அதிசயம், துளை செல்லும் காற்று மெல்லிசையாதல் அதிசயம், குருநாதர் இல்லாத குயில் பாட்டு அதிசயம், அதிசயமே அசந்து போகும் நீ எந்தன் அதிசயம். கல் தோன்றி மண் தோன்றி கடல் தோன்றும் முன்னாலே உண்டான காதல் அதிசயம். 16 வயதான பருவத்தில் எல்லோருக்கும் படர்கின்ற காதல் அதிசயம். பூவுக்குள் ஒளிந்திருக்கும் கனிக்கூட்டம் அதிசயம், வண்ணத்து பூச்சி உடம்பில் ஓவியங்கள் அதிசயம், துளி செல்லும் காற்று மெல்லிசையாதல் அதிசயம், குருநாதர் இல்லாத குயில் பாட்டு அதிசயம், அதிசயமே அசந்து போகும் நீ எந்தன் அதிசயம். மின்சாரமில்லாமல் மிதக்கின்ற தீபம் போல் மேனி கொண்ட மின்மினிகள் அதிசயமே. உடலுக்குள் எங்கே உயிருள்ளதென்பது, உயிருக்குள் காதல் எங்குள்ளதென்பது, நினைத்தால் நினைத்தால் அதிசயமே. கல் தோன்றி மண் தோன்றி கடல் தோன்றும் முன்னாலே உண்டான காதல் அதிசயம். 16 வயதான பருவத்தில் எல்லோருக்கும் படர்கின்ற காதல் அதிசயம். பூவுக்குள் ஒளிந்திருக்கும் கனிக்கூட்டம் அதிசயம், வண்ணத்து பூச்சி உடம்பில் ஓவியங்கள் அதிசயம், துளை செல்லும் காற்று மெல்லிசையாதல் அதிசயம், குருநாதர் இல்லாத குயில் பாட்டு அதிசயம், அதிசயமே அசந்து போகும் நீ எந்தன் அதிசயம். அஜூபா அஜூபா யோகி, அஜூபா அஜூபா யோகி, அஜூபா அஜூபா யோகி, அஜூபா அஜூபா யோகி, அஜூபா வெண்பால் கொண்ட சிறுதீவு கால் கொண்டு நடமாடும் நீதான் என் அதிசயம். உலகில் 7 அதிசயங்கள் வாய் பேசும் பூவெனி 8வது அதிசயமே. வான் மிதக்கும் கண்கள், தேன் தெறிக்கும் கண்ணங்கள், பால் குடிக்கும் மதரங்கள் அதிசயமே. நங்கை கொண்ட விரல்கள் அதிசயமே, நகம் என்ற கிரீடம் அதிசயமே, அசையும் வளைவுகள் அதிசயமே. கல் தோன்றி மண் தோன்றி கடல் தோன்றும் முன்னாலே உண்டான காதல் அதிசயம். 16 வயதான பருவத்தில் எல்லோருக்கும் படர்கின்ற காதல்
കനിക്കൂട്ടം അതിശയം വണ്ണത്ത് പൂച്ചിയുടമ്പിൽ ഓവിയങ്ങൾ അതിശയം തുളை செல்லும் காற்று மெல்லிசையாதல் அதிசயம் குருநாதன் இல்லாத குயில் பாட்டு அதிசயம் அதிசயமே அசந்து போகும் நீ எந்த அதிசயம்